നമസ്കാരം. നമസ്കാരം. ഷുഗർ, കൊളസ്ട്രോള്, BP, ആർത്രൈറ്റിസ്, പ്രോസ്റ്റേറ്റ് പ്രശ്നം, വാദപ്രശ്നങ്ങൾ, ഇത്രയും രോഗാവസ്ഥകളുമായിട്ടാണ് വെള്ളൂർ നവജീവന കേന്ദ്രത്തിൽ മിസ്റ്റർ ജോസ് MV എത്തിച്ചേർന്നത്. ഇവിടെ വന്നപ്പോൾ ഇദ്ദേഹത്തിന് 25-30 വർഷം പഴക്കമുള്ള രോഗങ്ങളുമായിട്ടാണ് ഇവിടെ എത്തിയത്. ഈ പറയുന്ന രോഗങ്ങളെല്ലാം വളരെ കാലം മുമ്പ് തന്നെ അദ്ദേഹത്തെ അലട്ടാൻ തുടങ്ങിയിരുന്നു. പലവിധ ചികിത്സകളും ചെയ്തിട്ടുണ്ടാവും അല്ലെ? അതെ. എന്തൊക്കെ ചികിത്സകൾ ചെയ്തു? അലോപ്പതി ചികിത്സ, ആയുർവേദം ചെയ്തു. അതിലൊക്കെ ചെയ്യുമ്പോ ആ സമയത്തേക്കുള്ള താൽക്കാലികമായ ഒരു ശമനം ഉണ്ടാവും. അത് കഴിയുമ്പോ പിന്നെ എനിക്ക് ജീവിതശൈലി മാറ്റാൻ പറ്റിയില്ല, ട്രാവൽ ചെയ്യാതിരിക്കാൻ പറ്റിയില്ല. അപ്പൊ വീണ്ടും ബാക്ക് പെയിൻ വരും. പിന്നെ ഈ ഷുഗർ ഒക്കെ വന്നിട്ട് ഇപ്പൊ 2 വർഷമേ ആയിട്ടുള്ളൂ. അല്ല, ഈ ട്രാവൽ ചെയ്യുക എന്ന് പറയുന്ന ഒരു ജീവിതശൈലിയിലെ തെറ്റായ കാര്യമാണോ? ഡോക്ടറുടെ അനുസരിച്ച് ഇനി ട്രാവൽ ചെയ്യണ്ടെന്ന് പറഞ്ഞു, റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഒത്തിരി റിമോട്ട് ഏരിയകളിൽ പല രാജ്യങ്ങളിലും പോകുന്ന ആളാണ്. അതാണ് എൻ്റെ ജോലിയും അതാണ് എൻ്റെ പാഷനും. അപ്പൊ എനിക്കത് നിർത്തിയും കൊണ്ടുള്ളത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഓക്കെ, നോ പ്രോബ്ലം, നീ ഇത് നിന്റെ ഈ നടുവേദനയും മുട്ടുവേദനയും ഒക്കെ നിന്റെ ഭാഗമായിട്ടെടുത്ത് മുന്നോട്ട് വെക്കോ. അത് ഒരു വളരെ ഒരു നല്ല ആശയമായിട്ട് തോന്നി. അപ്പൊ ഇതുണ്ട്, വേദനയുണ്ട്, അപ്പൊ ഇനി അതിനെ കൂട്ടാതിരിക്കാൻ നോക്കാൻ പറഞ്ഞു. വെയിറ്റ് എടുക്കുന്ന കാര്യത്തിലും ഒക്കെ ഒന്ന് നോക്കാൻ പറഞ്ഞു. പക്ഷെ അതൊക്കെ നോക്കിയെന്നുണ്ടെങ്കിൽ ഡോക്ടർ നിർദ്ദേശിച്ച ജീവിതശൈലി പരിഷ്കരണം എന്നത് ട്രാവലിങ്ങിന്റെ പ്രശ്നം മാത്രമാണ്. അതെ. അല്ലാതെ നമുക്ക് രോഗം വരുത്തി വെച്ച ഭക്ഷണ രീതി, മറ്റ് വ്യായാമക്കുറവ്, അതുപോലെ മറ്റുള്ള മരുന്നുകൾ കൊണ്ടുള്ള ശരീരത്തെ ദോഷം ചെയ്യുന്ന കാര്യങ്ങൾ, നിസ്സാര അസുഖത്തിന് ചികിത്സ തേടുന്ന തെറ്റായ രീതി, ഇതൊക്കെ അതിനെക്കുറിച്ചൊന്നും ഡോക്ടർമാർ പറഞ്ഞിട്ടില്ല. ആദ്യം അലോപ്പതി ചികിത്സയാണോ ചെയ്തത്? ആദ്യം അലോപ്പതിയാ ചെയ്തത്. അലോപ്പതി ചെയ്തെങ്കിലും മെയിൻലി ഫിസിയോതെറപ്പി ബേസ്ഡ് ആയിരുന്നു, അല്ലാണ്ട് ടാബ്ലറ്റ് ബേസ് അല്ല. ടാബ്ലറ്റ് ഒക്കെ ഞാൻ റിഫ്യൂസ് ചെയ്യായിരുന്നു. പിന്നെ വളരെ സങ്കീർണാവസ്ഥ വരുമ്പോൾ മാത്രം ഒരു പെയിൻ കില്ലർ എടുക്കുമായിരുന്നു. ബാക്കിയുള്ളതൊന്നും സ്ഥിരമായിട്ടൊന്നും കഴിച്ചില്ല. സ്ഥിരമായിട്ട് അലോപ്പതി ടാബ്ലറ്റ് കഴിക്കാൻ തുടങ്ങിയത് ഷുഗറിന് വേണ്ടിയിട്ടാണ്. അത് കഴിച്ചു തുടങ്ങിയപ്പോ BP കൂടി. BP ടാബ്ലറ്റ് വേറെ എടുത്തു കഴിഞ്ഞപ്പോ പാൽപറ്റേഷൻ ഒക്കെ വന്ന് അതും പ്രശ്നമായി. അപ്പൊ കാർഡിയോളജിസ്റ്റിന്റെ അടുത്തൊക്കെ പോകേണ്ടി വന്നു. വെച്ച് കഴിഞ്ഞാൽ നമ്മളും മെഡിക്കൽ ഫീൽഡിലാണ്, വൈഫും നേഴ്സാണ്, പല വലിയ ആശുപത്രിയിലും സീനിയർ പോസ്റ്റിലൊക്കെ ഉണ്ട്. അപ്പൊ ഒത്തിരി ഡോക്ടർമാരുമായിട്ടുള്ള ഇടപഴകലുണ്ടെങ്കിലും മരുന്നുകളോട് ഒരു എന്നാ പറയണേ, മരുന്ന് ദോഷമാണെന്നറിയാം. അപ്പൊ അതുകൊണ്ട് വളരെ ദോഷമാണെന്ന് അറിയാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മരുന്നൊക്കെ വിശിഷ്ടമാണെന്ന് കരുതി ആ സമയത്താണ് നിങ്ങൾ ചികിത്സ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത്. അതെ. ഇപ്പൊ അങ്ങനെ ആരും പറയുമെന്ന് തോന്നുന്നില്ല. മരുന്നുകളുടെ ദോഷം ഏകദേശം ഡോക്ടർമാര് തന്നെ ആളുകളോട് പറയാറുണ്ട്, നല്ല ഡോക്ടർമാർ. അതെ, പറയും. അപ്പൊ അത് നിങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്നെ ഇത് ബാക്ക് പെയിൻ അല്ലെങ്കിൽ ചികിത്സിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ വളരെ മിതമായ രീതിയിൽ മരുന്ന് ഉപയോഗിക്കുന്ന ആളും വളരെ റെയറായിട്ട് സർജറിയും സജസ്റ്റ് ചെയ്യുന്ന ആളുമാണ്. അതുകൊണ്ടാണ് ആ ഡോക്ടറെ അടുത്ത് പോയത്. മറ്റുള്ള വലിയ വലിയ സോകോൾഡ് ഫേമസ് ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെ പോകാതിരുന്ന അതുകൊണ്ടാണ്. പിന്നെ കടുംപെട്ട് ചികിത്സകരുടെ അടുത്ത് പോയിട്ടില്ല. പക്ഷെ ആ സമയത്ത് എനിക്കിത് തുടങ്ങിയ സമയത്ത് എൻ്റെ വൈഫ് നിംഹാൻസില് ബാംഗ്ലൂർ തന്നെ ന്യൂറോ ആൻഡ് സൈക്കോളജി സെന്ററിൽ ജോലി ചെയ്യായിരുന്നു. അപ്പൊ അവിടുത്തെ ഡോക്ടേഴ്സ് ഒക്കെ സർജറി സജസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു അത് അവസാനത്തെ റിസോർട്ടായിരിക്കും, നമുക്ക് ആ സർജിക്കൽ കറക്ഷൻ ആയിട്ടൊന്നും വേണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടു നടന്നതാണ്. അപ്പൊ ഏതായാലും ഒരു 1978 കാലഘട്ടത്തിൽ കേരളം വിട്ട ഒരാൾ ബാംഗ്ലൂരിലേക്ക് തെറ്റായ ജീവിതശൈലിയിലേക്കാണ് കേരളീയർ ആ അവസ്ഥയിൽ എത്തുന്നതിന് മുമ്പ് താങ്കൾ എത്തിച്ചേർന്നത്. അതുകൊണ്ടാണ് ഇത്ര അധികം രോഗങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ താങ്കളെ പിടികൂടിയത്. ഇപ്പൊ എത്ര വയസ്സായി? 68 വയസ്സായിട്ടുള്ളൂ. ഈ 68 വയസ്സിന് മുമ്പ് ഒരു 30 വർഷം മുമ്പാണ് രോഗങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഒരു 38-ാം വയസ്സിൽ താങ്കൾ നല്ലൊരു രോഗിയായി. അതെ. അന്നു മുതൽ ഇന്ന് വരെ മരുന്നുകൾ
കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ശീലം ഇല്ലാതിരുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ ഇപ്പോഴും ഇവിടെ തട്ടിമുട്ടി ഇങ്ങനെ അല്ലെങ്കിൽ കിഡ്നിയൊക്കെ നേരത്തെ പോയാൽ എനിക്കറിയാം സംഭവിച്ചാൽ. ഏതായാലും താങ്കൾക്ക് ആ ദുര്യോഗം ഉണ്ടാകാത്തതിൽ സന്തോഷം. ഏകദേശം ഒരു 30 കൊല്ലമായെന്നല്ലേ പറഞ്ഞ ഇപ്പൊ ചികിത്സ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. കറക്റ്റ്. അപ്പൊ എന്തൊക്കെ ഇപ്പൊ അലോപ്പതി ചികിത്സ ചെയ്തതിനെ കുറിച്ച് പറഞ്ഞു. പലതരം ചികിത്സകൾ പല ഡോക്ടർമാരെയും കണ്ടു. നേഴ്സിന്റെ കൂടെ ജീവിക്കുന്ന ഒരാൾ എന്ന നിലയിൽ വളരെ ആളുകളുമായിട്ട് ഡോക്ടർമാരുമായിട്ട് ഹോസ്പിറ്റലുകളൊക്കെ ആയിട്ട് ബന്ധമുണ്ട്, അതൊക്കെ പറഞ്ഞു. അതെ, ഞാനും മെഡിക്കൽ ഫീൽഡിൽ തന്നെയാണ്. അപ്പൊ ആ വഴിക്കും മെഡിക്കൽ ഫീൽഡിൽ എന്ത് ചെയ്യുന്നു? ഞാനൊരു പാരാമെഡിക്കൽ വർക്കറാണ്. ലെപ്രസിയിൽ സ്പെഷ്യലൈസ് ചെയ്തത്. ലെപ്രസിയിൽ അതായത് ഒരു സേവനം എന്ന നിലയിൽ കൂടുതലായിട്ട് ചെയ്തു. അതെ, ഒരു ജീവിതമാർഗം ചെറിയ തോതിലല്ല, ഇത്തിരി വലിയ തോതിലായിരുന്നു. എന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇറ്റാലിയൻ ഓർഗനൈസേഷന്റെ ഏഷ്യൻ റീജിയന്റെ ഹെഡായിട്ടാണ്. അപ്പൊ ഗവൺമെന്റ് ഡോക്ടേഴ്സുമായിട്ടും WHO ഡോക്ടേഴ്സും ഒക്കെ ആയിട്ട് വളരെ അടുത്ത് ഇടപഴകിക്കൊണ്ട് ഇരിക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അവരിൽ തന്നെ പല സ്പെഷ്യലിസ്റ്റുമായിട്ട് ആസ് എ ഫ്രണ്ട് നമ്മൾ കൺസൾട്ടേഷനും അവരുടെയൊക്കെ സജഷനൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് പിന്നെ ഈ പൊതുവെ നമ്മൾ കാര്യം മെഡിസിൻ കൊടുക്കുന്ന ആളാണെങ്കിലും മെഡിസിൻ ഉപയോഗിക്കാനായിട്ട് മടിയാണ്. അതിന്റെ ദോഷഫലങ്ങളും അറിയാം. അതുകൊണ്ട് മെഡിക്കൽ ഫീൽഡിലുള്ള പലരും അവർക്കാണല്ലോ മെഡിസിന്റെ കുഴപ്പം കൂടുതൽ അറിയാം. സാധാരണക്കാർക്ക് അത് അത്ര അറിയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള പലരും ഈ മെഡിസിൻ ഉപയോഗിക്കാതെ ജീവിക്കുന്നവരെ നമുക്ക് നേരിട്ടറിയാം. പല ഡോക്ടർമാരുണ്ട്. അപ്പോ എന്തായാലും മെഡിസിന്റെ പിടിയിൽ കൂടുതൽ പെട്ട് അപകടത്തിലാകാതെ ഇവിടെ ഈ വെള്ളൂർ നവജീവന കേന്ദ്രത്തിൽ താങ്കൾ എത്തിച്ചേർന്നു. അതിനു മുമ്പ് ആയുർവേദ ചികിത്സ ചെയ്തിരുന്നു. ആയുർവേദം ഞാൻ ഒരു 5-6 വർഷം മുമ്പ് തൃശ്ശൂര് അമല മെഡിക്കൽ കോളേജിലെ ആയുർവേദ ഡിപ്പാർട്ട്മെന്റിൽ പോയി 3 ആഴ്ച കിടന്നു. അപ്പൊ അവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മസാജും പിന്നെ കിഴികളും എനിമ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഭക്ഷണത്തിന്റെ ഒരു വയറിളക്കുന്നത് എനിമ ചെയ്തിട്ടായിരുന്നു. അതെ, അല്ലാതെ വയറിളക്കാനുള്ള മരുന്ന് ചിലപ്പോ 1-2 പ്രാവശ്യമൊക്കെ മരുന്ന് തന്നു. പിന്നെയൊക്കെ അവസാനത്തെ റിസോർട്ടായിട്ട് എനിമയും കൂടി എന്നും പറഞ്ഞുകൊണ്ട് അപ്പൊ എന്നാ പലതരത്തിലുള്ള കിഴികള്, ഈവൻ മാംസക്കിഴി വരെ ഉണ്ടായിരുന്നു. അവസാനം ആണ് ചോദിച്ചത് എന്താ ഒരു വ്യത്യാസം ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോഴും മാംസക്കിഴിയാന്ന് പറഞ്ഞു. അപ്പൊ അതിനോടൊക്കെ ഒരു യോജിക്കാനും ബുദ്ധിമുട്ടായിരുന്നു. മാംസം കഴിക്കാറില്ലായിരുന്നു. മാംസം കഴിക്കും, എനിക്ക് മാംസം ഇഷ്ടം. പക്ഷെ അതുകൊണ്ടുള്ള കിഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാംസം ശരീരത്തെ മുഴുവൻ തേച്ചു പിടിപ്പിക്കുന്ന അതെ. അതൊക്കെ അത്രയാണ്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ പല സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുമ്പോ ആരെങ്കിലും ഇവിടെയൊക്കെ റെക്കമെൻഡേഷനിൽ ചിലപ്പോൾ മസാജിനൊക്കെ പോയിട്ടുണ്ട്. ഇപ്പൊ തായ്ലൻഡില് പല പ്രാവശ്യം പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അവിടെയും തായ്ലൻഡിലും നമുക്ക് വളരെ ഫ്രണ്ട്സ് ആയിട്ട് ഡോക്ടേഴ്സ് ഉണ്ട്. അവരുടെ സജഷൻ പ്രകാരം, അല്ലാണ്ട് ജസ്റ്റ് ഒരു പോയി അല്ല. അതിൽ തന്നെ ബാലി ചെന്നപ്പോഴും അങ്ങനെ ഒരു അവസരം കിട്ടി 5-6 ദിവസം മസാജ് ചെയ്യാനൊക്കെ. അപ്പൊ അതുകൊണ്ടൊക്കെ റിലീഫ് കിട്ടും. ഒരു റെമഡി ആയിട്ട് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെയും ചികിത്സകൾ ഒരുപാടുണ്ടല്ലോ. അതെ, ഹോമിയോ ചികിത്സ ചെയ്ത ഹോമിയോയില് എനിക്ക് പണ്ടേ തുടങ്ങി ഒരു ചെറിയ എന്ന് വെച്ച് കഴിഞ്ഞാല് ലെപ്രസിയുടെ ഭാഗമായിട്ട് നമുക്കറിയാവുന്ന ഒരു ഹോമിയോ മെഡിക്കൽ കോളേജ് കൂടിയുണ്ട്. അപ്പൊ അവരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോ 1-2 വിദഗ്ധർ പറഞ്ഞ് ഇത് ഒക്കെ എന്നാ പറയണേ പ്ലാസിബോസ് ആണ്. പ്ലാസിബോസ് എന്ന് പറഞ്ഞാൽ എന്നാ പറയണേ, ഹോമിയോ ചികിത്സകർ തന്നെ പറഞ്ഞു. നമ്മൾ കൊടുക്കുന്നതൊക്കെ ഒരു തരം പ്ലാസിബോ ആണ്. മനുഷ്യന്റെ ശരീരത്തിന്റെ കഴിവിന്റെ അനുസരിച്ചാണ് ഇതിനെ നമ്മുടെ സുഖപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇതും കൂടി കൊടുത്ത് തന്നെയാണ് നമ്മളും പറയുന്നത്. മനുഷ്യന്റെ ശരീരത്തിന് കഴിവുണ്ടെങ്കിൽ സുഖപ്പെടും, ഇല്ലെങ്കിൽ സുഖപ്പെടാതിരിക്കും. അത് ഞാൻ ഇമ്മ്യൂണിയോളജി കുറിച്ചൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഇത് തന്നെയാ പറയുന്നത്. ഇത് നമ്മുടെ ശരീരമാണ് അത് സുഖപ്പെടുത്തുന്നത്. ഈ കഴിക്കുന്ന മരുന്നുകളോ അല്ലെങ്കിൽ വേറെ എന്തായാലും അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുള്ളൂ, സഹായിക്കുന്നുള്ളൂ. അല്ലാണ്ട് മരുന്നല്ല ആ ക്യൂറ് തരുന്നതെന്ന് അറിയാം. ശരി. അപ്പോ പിന്നെ അക്യുപഞ്ചർ, അക്യുപ്രഷർ
അക്യുപഞ്ചർ ട്രൈ ചെയ്തു. ആ. അതുകൊണ്ട് ഫലം ഉണ്ടായോ ഇല്ലെന്ന് എനിക്ക് പറയാൻ പറ്റിയല്ല. അത് എത്ര നാള് ചെയ്തു? അത് 1 മാസത്തോളം ചെയ്തു. അത് നമ്മുടെ ഈ പർട്ടിക്കുലർ അസുഖങ്ങൾക്ക് വേണ്ടിയുള്ള അതെ അതെ, പ്രത്യേകിച്ച് മുട്ടുവേദനയും നടുവേദനയ്ക്കും വേണ്ടിയിട്ടാണ്. അപ്പൊ അക്യുപഞ്ചറും കഴിഞ്ഞു. പിന്നെ നാട്ടുവൈദ്യങ്ങൾ എന്തെങ്കിലും ചെയ്തു? നാട്ടുവൈദ്യത്തിന് അധികം പോയില്ല. ഇല്ല. ഇനിയിപ്പോ അത് പോകാഞ്ഞോണ്ടാണോ നിങ്ങള് രോഗിയായി തുടരുന്നതെന്ന് ഇനി ഒരു തർക്കം വരും. അതെന്തെങ്കിലും ആവട്ടെ. അപ്പൊ പലവിധ ചികിത്സകളും ചെയ്തു. അപ്പോ അതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ എങ്ങനെ എത്തി? ഈ വെള്ളൂർ നവജീവന കേന്ദ്രത്തിൽ എങ്ങനെയാണ് എത്തിച്ചേർന്നത്? അത് ഒരു ഇത്തിരി ലോങ് ഹിസ്റ്ററിയാണ്. ഇവിടുത്തെ ഫാദർ ബോബി എന്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. ഞങ്ങള് ഒരുമിച്ച് നവജീവന ട്രസ്റ്റിന്റെ ചെയർമാനായിട്ടുള്ള ഫാദർ ബോബി. അതെ. അപ്പൊ അങ്ങനെ പുള്ളിയായിട്ട് എപ്പോഴും ബന്ധങ്ങളുണ്ട്. പുള്ളി ബാംഗ്ലൂർ വരുമ്പോഴൊക്കെ നമ്മുടെ കൂടെ താമസിക്കുക, ഇതേക്കുറിച്ചൊക്കെ പറയുകയൊക്കെ ചെയ്യായിരുന്നു. പിന്നെ എനിക്കും അറിയാം ബോബിയുടെ പല അസുഖങ്ങളും മാറിയത് ഈ രീതി കൊണ്ടാണ്. ഏത് രീതി? ഈ ജീവനത്തില് ശീലങ്ങൾ കൊണ്ടാണ് മാറിയെന്നറിയാം. പുള്ളിക്ക് ആസ്മ ഉണ്ടായതറിയാം, ബാക്ക് പെയിൻ ഉണ്ടായതറിയാം. അപ്പൊ വളരെ പിന്നെ പുള്ളിയൊക്കെ വരുമ്പോൾ ഓടി നടക്കുന്നത് കാണുമ്പോൾ ദർ ഈസ് സംതിങ് എന്നുള്ള ഒരു ഇതുണ്ട്. പിന്നെ എന്റെ ഫാമിലി ആയിട്ട് തന്നെ ബോബിക്ക് അത്ര അടുത്ത ബന്ധമാണുള്ളത്. പിന്നെ എന്റെ മകന്റെ കല്യാണത്തിന്റെ സമയത്ത് ഫാദർ ബോബിയാണ് അവരെയൊക്കെ പ്രിപ്പയർ ചെയ്തത് കല്യാണത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടും. അവസാനം ഇവന് മാരേജ് ഒഫീഷ്യേറ്റഡ് ബൈ ഹിം. കെട്ടിച്ചത് പുള്ളിയാണ്. കെട്ടിയില്ല കേട്ടോ, അവര് കെട്ടിയില്ല, താലിയൊന്നും ഉണ്ടായില്ല. അല്ല, കെട്ടലല്ല, കൊളുത്തലാണ്. അല്ല, അതുകൊണ്ടായില്ല. ഇപ്പൊ കെട്ടലില്ല, കൊളുത്തലേ ഉള്ളൂ. ഇല്ല, താലിയുണ്ട്. ആ സമ്പ്രദായത്തിൽ കെട്ടുന്നവരുണ്ട്, അതാണ് കെട്ടല്. എന്നുവെച്ച് കഴിഞ്ഞാൽ മോൾക്ക് താലി വേണ്ടെന്ന് പറഞ്ഞപ്പോ ശരി എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ അപ്പൊ അതിന്റെ ഒരു പ്രിപ്പറേഷനായിട്ട് ഇവിടുത്തെ ഈ നവജീവനം തന്നെ ഓർഗനൈസ് ചെയ്ത ഒരു ക്യാമ്പില് എന്റെ 2 ആമക്കളാണ്, അവരുടെ ഗേൾ ഫ്രണ്ട്സോട് കൂടി കട്ടപ്പനയില് ഒരാഴ്ചത്തെ ക്യാമ്പിന് അവര് വന്നു. അത് കഴിഞ്ഞപ്പോ അവരുടെ ജീവിത രീതിയിൽ ഒരു വ്യത്യാസം ഞാൻ കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് അവരെ ഇൻഫ്ലുവൻസ് ചെയ്തെന്നുണ്ടെങ്കിൽ, ഒരാഴ്ച കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്തെന്നുണ്ടെങ്കിൽ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ അത് ഒരു പോസിറ്റീവ് ഇതാണ്. പിന്നെ ബോബിയായിട്ട് ഇതുണ്ട്. അപ്പൊ അവര് തന്നെ ക്യാമ്പിൽ നിന്ന് തന്നെ വിളിച്ചു പറഞ്ഞു, പപ്പ ഇവിടെ വരണം, മമ്മീനെയും കൊണ്ട് വരണം. അപ്പൊ വൈഫ് ഇപ്പോഴും ജോലി ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ആ ഒരു സ്ട്രെച്ച് ഓഫ് ടൈം ഒരു ഇത്രയും ദീർഘസമയം എടുക്കാൻ പറ്റിയില്ല. വൈഫ് ഇപ്പോഴും ജോലി ചെയ്യാണ്. അപ്പൊ ഒരുമിച്ച് പോരാന്നുള്ള ഒരു ധാരണയിലിരുന്ന് നീണ്ടു 1 വർഷം കൂടിയായി, 1 വർഷത്തിൽ കൂടുതലായി. അപ്പൊ ഇപ്പോ ഞാൻ നോക്കിയപ്പോ എന്റെ കണ്ടീഷൻ പിന്നെയും മോശമായിക്കൊണ്ടിരിക്കുക. അപ്പൊ അത് ഇനി മുന്നോട്ട് തുടർന്നാ പറ്റൂല എന്നും പറഞ്ഞ് അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി ഞാൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ വൈഫിന് വരാമെന്നും പറഞ്ഞ് അപ്പൊ അങ്ങനെ എഗ്രി ചെയ്തു. അപ്പൊ ഞാനൊരു വിചാരിച്ച 10-15 ദിവസം ഇവിടെ വന്ന് നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ വന്ന് കണ്ടപ്പോ ഡോക്ടർ രമേശൻ പറഞ്ഞു, സാറേ ഈ കണ്ടീഷനിൽ 2 ആഴ്ച പോരാ, ചുരുങ്ങിയത് 1 മാസമെങ്കിലും വേണം. ഞാൻ പറഞ്ഞു, അതിന് ബുദ്ധിമുട്ടാണല്ലോ സാറേ, ഞാനിപ്പോ ഒത്തിരി പ്രശ്നങ്ങള് ഇവിടെ ഇരുന്ന് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ പിന്നെ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഞാൻ പറയാം എനിക്ക് പറ്റുമെന്ന്. 2-3 ദിവസം കഴിഞ്ഞപ്പോ ഞാൻ തീരുമാനിച്ചു, ഇനി ഡോക്ടർ പറയുന്ന അനുസരിച്ച് അലക്കൊഴിയുന്നത് വരെ പെണ്ണ് കെട്ടാൻ തീരുമാനിച്ചു. അപ്പൊ ഇനി ഞാൻ പറഞ്ഞു, ഞാൻ ഡോക്ടറുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, ഇനി ഡോക്ടർ പറയുന്ന മാതിരി നമ്മൾ റെഡിയാണ്. അപ്പൊ അങ്ങനെ ആ ഒരു ടോട്ടൽ സറണ്ടറിങ് ഒന്ന് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഫാസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഫാസ്റ്റ് ചെയ്യാനൊക്കെ ഞാനും വല്ലപ്പോഴൊക്കെ ചെയ്തിട്ടുണ്ടെന്നല്ലാണ്ട് ഇങ്ങനത്തെ ഒരു ഫാസ്റ്റിങ്ങിനെ കുറിച്ച്. ഇങ്ങനത്തെ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നും കഴിക്കാതിരിക്കുക, വെള്ളം മാത്രം കഴിച്ചുകൊണ്ട് ദിവസങ്ങളോളം പോകുക എന്നത്. അപ്പൊ ഞാനിവിടെ വന്നപ്പോ ഒരാൾ ആ ഫാസ്റ്റിങ്ങിലുണ്ടായിരുന്നു. ആ പുള്ളി വളരെ മെലിഞ്ഞിട്ടൊരു വ്യക്തിയായിരുന്നു. പുള്ളി 6ാമത്തെ ദിവസമാന്ന് പറഞ്ഞു. അപ്പൊ അതേക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞപ്പോഴും പിന്നെ ഇവിടെ തന്നെയുള്ള ഡോക്ടർ ഷെൽട്ടന്റെ പുസ്തകം ഉണ്ടായിരുന്നു, അത് ഫാദർ ബോബി തന്നു. അത് വായിക്കാൻ തുടങ്ങി. അപ്പോഴൊക്കെ ആ ഫാസ്റ്റിങ്ങിനെ കുറിച്ചുള്ള കുറച്ചും കൂടി ഒരു അറിവ് കിട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു, ഡോക്ടർ പറയണ എന്നായാലും ഞാൻ ഫാസ്റ്റിങ്ങിന് റെഡിയാന്ന് പറഞ്ഞു. അപ്പൊ 3-ാം ദിവസം തന്നെ ഫാസ്റ്റിംഗ് തുടങ്ങി.
അപ്പൊ ഒരു 8 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഫാസ്റ്റ് ചെയ്തു. അപ്പൊ ഞാൻ വീട്ടിലേക്കൊക്കെ വിളിക്കുമ്പോ അല്ലെങ്കിൽ എന്റെ 8 ദിവസം വെള്ളം മാത്രം കുടിച്ച് ഫാസ്റ്റ് ചെയ്തു. അപ്പൊ അതിനുള്ള കോൺഫിഡൻസ് കിട്ടിയത് ഹെൽബർട്ട് എം ഷെൽട്ടന്റെ ആ പുസ്തകമാണ്. പുസ്തകം എന്നാ പറയണേ, ഒരു അത്രയധികം ആൾക്കാർക്ക് 10, 40, 50 ദിവസം ഫാസ്റ്റിംഗ് എടുക്കാന്നുണ്ടെങ്കിൽ എനിക്ക് എടുക്കാറ്. പിന്നെ ഇവിടെ ഇതുള്ളത് അണ്ടർ സൂപ്പർവിഷനിലാണ്. അപ്പൊ ആ ദിവസങ്ങളിലൊക്കെ ഞാൻ വളരെ കാര്യമായിട്ട് നോട്ടീസ് ചെയ്തത്, ഡോക്ടറും ഇവിടെ തന്നെ വന്ന് കിടക്കുമായിരുന്നു. അത് രോഗികളോടൊപ്പം വന്ന് അപ്പൊ എപ്പോഴും അറിയാനായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ സോൾവ് ചെയ്യാന്നുള്ളത്. അപ്പൊ അതൊക്കെ ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ പിന്നെ 8 ദിവസം കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു ഭയമില്ലാതെ ഫാസ്റ്റ് ചെയ്യാൻ പറ്റി. അതൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയില്ല, അതൊരു റൊട്ടീനായിട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പൊ 8 ദിവസം കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു ഇനി വേണമെങ്കിൽ ഫാസ്റ്റിംഗ് അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞു എനിക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി പോണതിന് കുഴപ്പമില്ല. ഇത് തുടങ്ങി 8 ദിവസം ആയപ്പോഴേക്കും തന്നെ എന്റെ വെയിറ്റ് കുറഞ്ഞു. വെയിറ്റ് കുറഞ്ഞപ്പോ തന്നെ ഒരു എത്രയോ വർഷങ്ങളായിട്ട് ലക്ഷക്കണക്കിന് പണം മുടക്കി ഉണ്ടാക്കിയ വെയിറ്റ് അല്ലേ, അതൊക്കെ അങ്ങനെ 8 ദിവസം കൊണ്ട് തള്ളിക്കളഞ്ഞു. കളഞ്ഞു. ഒരു 8 ദിവസം കൊണ്ട് ഒരു 7 കിലോ അങ്ങ് തള്ളിക്കളഞ്ഞു. അതേപോലെ തന്നെ വയറ് ഞാനിവിടെ വന്നപ്പോ 106 സെന്റിമീറ്റർ ഉണ്ടായിരുന്നു. അതൊരു 97, 98, 96, പിന്നെ 95 വരെ വന്നു ഇപ്പോ. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും വയറ് കുറയ്ക്കാൻ നോക്കിയിട്ട് സക്സസ് ആവാതിരുന്ന സമയങ്ങളുണ്ട്. അപ്പൊ അതിൽ തന്നെ വെയിറ്റ് കുറയ്ക്കാനും കഷ്ടപ്പെട്ട് 2 കിലോ കുറയ്ക്കും, 2.5 കിലോ കൂടും. അതായിരുന്നു ആ ഒരു സിറ്റുവേഷനിലായിരുന്നു. പക്ഷെ ഇപ്പോഴും എനിക്കറിയാം ഇത്രയും ഇപ്പൊ കുറഞ്ഞെന്നുണ്ടെങ്കിൽ ആൾമോസ്റ്റ് ഇപ്പൊ 9 കിലോ കുറഞ്ഞെങ്കിലും എനിക്കറിയാം ഞാൻ പോയി വീണ്ടും പഴയ രീതിയിലുള്ള ആഹാരവും എക്സസൈസ് ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും പോകുന്നുള്ളതറിയാം. പക്ഷെ ഇപ്പൊ ഒരു എന്നാ പറയണേ, ഒരു പ്രചോദനമുണ്ട്, ഇങ്ങനൊക്കെ തുടരാൻ പറ്റും എന്നുള്ളത്. ഇപ്പൊ ഇന്നിപ്പോ BP നോക്കിയപ്പോ 120, 70 ഉള്ളൂ. 120, 70 ഉള്ളൂ. ഞാൻ വന്നപ്പോ അത് 150-നും 90, 100 150-ന് 90 ഒക്കെ എന്ന് പറയുമ്പോ അത് മെഡിസിൻ ഉപയോഗിച്ചോണ്ടല്ലേ? അതെ, എന്നിട്ടാണ് അത്രയും ഉണ്ടായിരുന്നത്. അപ്പൊ മെഡിസിൻ ഉപയോഗിച്ചില്ലെങ്കിൽ എത്ര ഉണ്ടാവും? അത് അതിന്റെ ഒരു പകുതിയും കൂടെ ഉണ്ടാവും. അപ്പൊ ആ അവസ്ഥയിൽ നിന്ന് ഇപ്പൊ മെഡിസിൻ ഇല്ലാതെ 120, 70 വന്നു. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ 2 ദിവസം മുമ്പ് എല്ലാ മരുന്നുകളും നിർത്തി. ഞാൻ പറഞ്ഞു 2 ദിവസം കൊണ്ടൊന്നും സ്പെഷ്യൽ സംഭവിക്കില്ല. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഡോക്ടർ രമേശ് പറഞ്ഞു വേണമെങ്കിൽ 2-3 ദിവസം കൂടി മരുന്ന് കണ്ടിന്യൂ ചെയ്തോ. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ഓൾറെഡി നിർത്തി, എനിക്കത് വേണ്ട, അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. പലപ്പോഴും നമുക്ക് മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ആത്മവിശ്വാസമാണ്. ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ, അപ്പൊ എന്റെ രോഗം മാറുകയാണല്ലോ, അല്ലെങ്കിൽ ഞാൻ അപകടത്തിൽപ്പെടുന്നില്ലല്ലോ എന്നുള്ള ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസം മരുന്നില്ലാതെ തന്നെ താങ്കൾക്കുണ്ടായി. അതിവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായി. അതിന് താങ്കളുടെ മക്കൾക്ക് നന്ദി പറയണം. അവർക്കുണ്ടായ അനുഭവമാണ് ആ താങ്കൾക്കുണ്ടായ ഈ കോൺഫിഡൻസിന്റെ അടിസ്ഥാനം. അതേമാതിരി ഇതിന്റെ ബേസിക്സ് എനിക്കറിയായിരുന്നു. ഈ മരുന്ന് ദോഷമാണെന്നുള്ളത്. മരുന്ന് ദോഷം അതല്ല, മരുന്നില്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും, ഒരു കുഴപ്പവും സംഭവിക്കാതിരിക്കാൻ പറ്റും. പലർക്ക് അതാണ് ഇല്ലാത്തത്. ഇവിടെയൊക്കെ പലരും പ്രകൃതി ചികിത്സയ്ക്ക് വരുമ്പോഴും പ്രകൃതി ചികിത്സകർ പറയും കുറച്ച് ദിവസം കൂടി, ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ കുറച്ച് ദിവസം കൂടി മരുന്ന് ഉപയോഗിച്ചോളൂ, കുറച്ച് അങ്ങനെ പൊക്കോട്ടെ എന്ന് പറയും. അതിന് കാരണം ആ മരുന്ന് അവരെ രക്ഷിക്കുക എന്നുള്ളതുകൊണ്ടല്ല, മറിച്ച് അവരുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. അത് താങ്കൾക്ക് ഓൾറെഡി അത് ആർജിച്ചിട്ടാണ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് അത് കുഴപ്പമില്ലാതെ കൈകാര്യം ചെയ്യാൻ ഇവിടെ പറ്റി. അതുകൊണ്ട് കുറച്ച് വേഗം താങ്കൾക്ക് ഫലം ഉണ്ടാവുകയും ചെയ്തു. ശരിയാണത്. അപ്പൊ ഇപ്പൊ ഒരു മാസമായി. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഇപ്പോഴത്തെ സിറ്റുവേഷൻ എനിക്ക് നടുവേദനയ്ക്ക് ഒത്തിരി വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടുത്തെ രീതി അതിനകത്തേക്ക് വന്നു. ഭക്ഷണത്തിനുള്ള കൺട്രോള്, അതേപോലെ തന്നെ ഇവിടുത്തെ ആ തിരുമ്മല്, പ്രത്യേകിച്ച് ഡോക്ടർ രമേശിന്റെ ഇടപെടലുകള്. ഞാൻ പറഞ്ഞില്ല, ഞാൻ പലയിടത്തും തീരുമാനമൊക്കെ പോയിട്ടുണ്ട്. ഒരാളായിരിക്കും പ്രിസ്ക്രൈബ് ചെയ്യുന്നത്, വേറൊരാളായിരിക്കും അത് തിരുമുന്നത്. അപ്പൊ അവര് തമ്മിലുള്ള കോർഡിനേഷൻ വളരെ കുറവാണ്. ഇവിടെ നമ്മളെ ഡയഗ്നോസ് ചെയ്യുന്നതും ട്രീറ്റ് ചെയ്യുന്നതും ഡോക്ടർ രമേശ് തന്നെയാണ്. അപ്പൊ അതിനകത്ത് ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്.
പിന്നെ ഞാൻ കണ്ടത് ഡോക്ടർ രമേശിന്റെ എക്സ്പീരിയൻസിൽ നിന്ന് പുള്ളി എന്നാ പറയണ രൂപപ്പെടുത്തിയ ഒരു തിരുമ്മലാണ്. അല്ലാണ്ട് ട്രഡീഷണൽ മാത്രമല്ല, അതിനകത്ത് യോഗ ഇൻവോൾവ് ആണ്, എക്സസൈസ് ഇൻവോൾവ് ആണ്, കളരിയുടെ ഭാഗങ്ങൾ ഇൻവോൾവ് ആണ്. പിന്നെ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണ്. അപ്പൊ അത് എല്ലാം കൂടിയുള്ള ഒരു മിശ്രിതത്തിൽ അപ്പൊ നമുക്ക് എന്താ വേണ്ടതെന്നുള്ളത് സാറിന് മനസ്സിലായി. അപ്പൊ അതിൽ നിന്നുള്ള ഒരു എക്സസൈസും തിരുമ്മലും കൂടി ആയപ്പോ എന്റെ റിലീഫും എന്റെ റിക്കവറിയും വളരെ ഫാസ്റ്റാണ്. അപ്പൊ ഈ ഒരു മാസം കൊണ്ട് തന്നെ താങ്കളുടെ രോഗാവസ്ഥ മൂലം താങ്കളെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് ഒരു 70% പരിഹാരം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും 70, ചിലപ്പോ 70 75, 80 വരെ പോകാം. താങ്കൾക്ക് ഞാൻ ആദ്യം താങ്കളെ കണ്ടപ്പോൾ ശ്രദ്ധിച്ചതും ഇപ്പോ വളരെ വ്യത്യാസമുണ്ട്. മുഖത്തിന് തന്നെ നല്ല വ്യത്യാസമുണ്ട്. ഇനി കുറച്ച് ടോക്സിസിറ്റി കൂടെ ബാക്കിയുണ്ട്. അത് ഇല്ലാതാകുന്നത് താങ്കളുടെ വയറ് പൂർണ്ണമായി ശരിയാവുമ്പോഴാണ്. ഇപ്പോ താങ്കൾ പറഞ്ഞനുസരിച്ച് വളരെ വ്യത്യാസം വന്നു, എങ്കിലും അത് പൂർണ്ണമായിട്ടില്ല. അപ്പൊ ഇവിടുന്ന് ഇനി മടങ്ങി പോവല്ലേ? അതെ. എന്നാ പോകുന്നത്? ഇന്ന് പോകും. അപ്പൊ ഇന്ന് ഇവിടെ നിന്ന് മടങ്ങിപ്പോയാൽ താങ്കൾക്ക് ഇത് പൂർത്തിയാക്കാൻ താങ്കളുടേതായിട്ടുള്ള ഇനിഷ്യേറ്റീവ് ആണ് വേണ്ടത്, അല്ലേ? ഡോക്ടർ കൂടെ വരുന്നില്ലല്ലോ. ഇല്ല. അപ്പോ താങ്കൾ അതിന് പൂർണ്ണമായും സജ്ജമായിട്ടുണ്ട് ഇവിടുത്തെ ഈ വാസം കൊണ്ട്. എന്തൊക്കെ ചെയ്യണം, ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, അതിവിടെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു, അല്ലേ? ഇനി അത് കണ്ടിന്യൂ ചെയ്താൽ മതി. അങ്ങനെ താങ്കൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുമോ? കഴിയും, തീർച്ചയായിട്ടും കഴിയും. എന്തുകൊണ്ട് കഴിയും? കഴിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനകത്ത് എല്ലാവർക്കും കുറെ പ്രശ്നങ്ങളുണ്ട് അത് കഴിയാത്തതിന്. ഒന്ന്, താങ്കൾ ഇവിടെ ഒറ്റയ്ക്കാണ് വന്ന് താമസിച്ചത്. ഇത് അവിടെ ചെന്നിട്ട് വീട്ടില് അതിനെക്കുറിച്ച് അറിയാത്തവരോട്, കേട്ടുകേൾവി ഇല്ലാത്തവരോട് അത് പറയുമ്പോ ഇയാൾക്കെന്തോ വട്ടുപിടിച്ചു എന്നൊക്കെ പലരും പറഞ്ഞായിട്ട് നമുക്കറിയാം. ഇപ്പോഴും അതായത് ഏതോ ഭ്രാന്തന്മാരുടെ അടുത്ത് പോയി കുറെ ഭ്രാന്തും പഠിച്ചിട്ട് ഇവിടെ വന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്നുള്ള സത്യത്തിൽ ബുദ്ധിമുട്ട് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പണ്ടൊക്കെ 3 മണിക്കും 4 മണിക്കും എണീറ്റിട്ട് അടുക്കള കയറും. വൈകുന്നേരം വരെയാണ് ഈ പാചക പരിപാടികൾ. ഇങ്ങനെ ഉണ്ടാക്കി മനുഷ്യൻ കഴിക്കുന്നത് എന്താ? വളരെ അപകടകരമായ സംയുക്തങ്ങളാൽ, വിരുദ്ധാഹാരങ്ങളാൽ ഒക്കെ തയ്യാറാക്കപ്പെടുന്ന രോഗ കാരണമാകുന്ന ഭക്ഷണങ്ങൾ. അതിനുവേണ്ടി ദിവസം മുഴുവനും സമയം കളയുക. 365 ദിവസവും ഈ സമയം കളയുകയാണ്. അതിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്ന ഒരു രീതി കൂടിയാണ് എന്ത്, ഈ പ്രകൃതി ജീവന സമ്പ്രദായം. പാചകം ലളിതമാക്കുക, ചില പാചകങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക, എന്നിട്ട് പാചകം ചെയ്യാത്ത ഭക്ഷണങ്ങൾ ശീലമാക്കുക. രുചികരമായ യഥാർത്ഥ രുചിയോടുകൂടിയുള്ള ഒരു ഭക്ഷ്യവസ്തുവിന്റെ യഥാർത്ഥ രുചിയോടുകൂടി ഭക്ഷിക്കുന്ന ശീലം, അത് താങ്കൾ ഇപ്പൊ ഇവിടെ നിന്ന് മനസ്സിലാക്കിയല്ലോ. തീർച്ചയായിട്ടും അത് അവിടെ വീട്ടിൽ ചെന്നാൽ അത് ഫലവത്താകും എന്ന് ഉറപ്പുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അവര് ഇപ്പൊ എന്റെ ഒരു മകനും ഭാര്യയാണ് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നത്. അവര് രണ്ടുപേരും, ഭാര്യ അത്രയില്ല, പക്ഷെ മകൻ കൺവിൻസ്ഡ് ആയിട്ടുണ്ട്. അവന് അന്ന് ഈ കട്ടപ്പന ക്യാമ്പിൽ വന്നു കഴിഞ്ഞപ്പോ പലതും അവന് പ്രാക്ടീസ് ചെയ്യണമെന്ന് ഉള്ളിലുണ്ട്. പക്ഷെ ഇത്തിരി വ്യതിചലിച്ചു പോയാലും വീണ്ടും തിരിച്ച് വരാനായിട്ട് താല്പര്യമുണ്ട്. അപ്പൊ അവന് ഓൾറെഡി എക്സ്പോസ്ഡ് ആണ്. ഈ ബിരിയാണിയൊക്കെ ഇവിടെ വന്നപ്പോ കഴിച്ചല്ലോ. ഇവിടുത്തെ സ്പെഷ്യൽ ബിരിയാണി കഴിച്ചു. ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ കൺസെപ്റ്റിലെ ഒരു ബിരിയാണി. ഇല്ല. അപ്പൊ ഈ ബിരിയാണി കഴിക്കുമ്പോൾ കിട്ടുന്നത് പോലെ ഒരു സംതൃപ്തി ഇവിടുത്തെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും അതിൽ കൂടുതൽ. ഞാനും പൊതുവെ ബിരിയാണി കഴിക്കുന്ന ആളല്ല. കാര്യം വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കും ആൾക്കാർ വരുമ്പോ എന്നല്ലാതെ കണ്ട് അധികം ഇൻട്രസ്റ്റ് ആയിട്ടില്ല. റൈസ് ആഹാരങ്ങൾ, ഇത് ചോറ് അങ്ങനെയുള്ളത് വളരെ അപൂർവമായിട്ട് മാത്രം എടുക്കുന്ന സ്റ്റൈലിലേക്ക് ഞാൻ എത്തിയായിരുന്നു. പിന്നെ ഇവിടെ വന്നിപ്പോ പ്രത്യേകിച്ച് ഡോക്ടർ ബിന്ദുവിന്റെ ആ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ എന്നാ പറയണേ, ഒരു പറഞ്ഞു കഴിഞ്ഞാല് ഇത് സാധനങ്ങൾ വെക്കുക മാത്രമല്ല, അതിനകത്ത് ആ ലവ് ഒത്തിരി മിക്സ് ചെയ്തിട്ടാണ് തരുന്നത്. ലവ് നന്നായിട്ട് ഉപയോഗിക്കും ഒരു നല്ല പാചകക്കാരൻ. അതെ. പിന്നെ ഇൻഗ്രീഡിയൻസ് ചോദിക്കും എല്ലാവരും. അതെ. ഇത്
കൊള്ളാലോ, നല്ല ഭക്ഷണമാണല്ലോ, അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് പറയുമ്പോൾ അതിൽ ഉണ്ടാക്കുന്ന അളവും വസ്തുക്കളും എല്ലാം പറഞ്ഞു കൊടുക്കും, ഇൻഗ്രീഡിയൻസ് എത്രയൊക്കെ പറഞ്ഞു കൊടുത്താലും അത് ഒരാൾക്ക് ആഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇൻഗ്രീഡിയന്റ് അതിലുണ്ട്. അതിന്റെ പേരാണ് കൈപുണ്യം. അത് അവരവർക്കാണ് കിട്ടുക. അത് കൈപുണ്യം ഉള്ളവർക്കാണ് ഈ രുചികരമായ ഒന്നിനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ കൈപുണ്യം എന്ന് പറയുന്നത് എന്തോ ജന്മനാ കിട്ടുന്നതാണെന്നൊക്കെ ചിലർ തെറ്റിദ്ധരിച്ചില്ല. അങ്ങനെയല്ല, പ്രാക്ടീസ് ചെയ്തും പിന്നെ അതിന്റെ അടിസ്ഥാന ആത്മാർത്ഥതയാണ്. അതെ, ഇവിടുന്ന് വരണം. നമ്മൾ ആത്മാർത്ഥമായി ചെയ്ത് വരുമ്പോൾ ഉള്ള വിജയമാണ് കൈപുണ്യം എന്ന് പറയുന്നത്. ആ കൈപുണ്യം അധികമുള്ള ആളാണ് നമ്മുടെ ഡോക്ടർ രമേശന്റെ സഹധർമ്മിണിയായ ഡോക്ടർ ബിന്ദു. ബിന്ദുവും ഡോക്ടർ തന്നെയാണ്, പ്രകൃതി ചികിത്സകയാണ്. അറിയാം. അപ്പൊ ആ പിന്നെ അനുഗ്രഹവും കൂടി താങ്കൾക്ക് ഇവിടുന്ന് ലഭിച്ചിട്ടുണ്ട്. അത് ഞാൻ എടുത്തു പറയാൻ കാരണം, എനിക്കും കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. ഞാനും കുക്ക് ചെയ്യും, പല ഏത് സാധനമായാലും. അപ്പൊ എനിക്ക് കുക്ക് ചെയ്യാനായിട്ട് ഇന്ന സാധനങ്ങൾ വേണമെന്നില്ല, കിട്ടുന്നത് ഉള്ളതിന്റെ അനുസരിച്ച് തൃപ്തികരമായിട്ട് കുക്ക് ചെയ്യും, മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനും പറ്റും. ആ ഒരു കോൺഫിഡന്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സാധാരണ ഭക്ഷണത്തിനെ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് അത്ര എളുപ്പമല്ല. പക്ഷെ ഇത് വളരെ ആ കൈപുണ്യം ഉണ്ട്. അതായത് കുക്ക് ചെയ്യുന്നത് ഇഷ്ടമുള്ള ആളാണ്. അതെ, സത്യത്തിൽ ഈ കുക്ക് ചെയ്യുന്നവരല്ലേ രോഗങ്ങളുടെ സൃഷ്ടാവും. ഭയങ്കരമായിട്ട് അതായത് രോഗങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നവരാണ്. അതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരാൾ ചെയ്യുന്ന തെറ്റ്. അപ്പൊ കുക്കിങ്ങിലെ പ്രൊഫഷണലായിട്ട് ചെയ്യുമ്പോൾ, അതായത് വ്യാവസായിക അടിസ്ഥാനത്തിൽ വ്യാപാര സംബന്ധമായി കുക്ക് ചെയ്യുമ്പോൾ അതിൽ ധാരാളം അപകടങ്ങളും വരുന്നുണ്ട്. കാരണം നിശ്ചിത സമയത്ത് പെട്ടെന്ന് അവൈലബിൾ ആകുന്ന സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച്, അല്ലെങ്കിൽ കൃത്രിമമായിട്ട് ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയൊക്കെ പല കാര്യങ്ങളും ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് നമുക്ക് ഈ രോഗങ്ങൾ പരമാവധി. അങ്ങനെയൊന്നും ചെയ്യാറില്ല. നാച്ചുറൽ തിങ്സ് കൊണ്ട് മാത്രം. അപ്പൊ നമുക്ക് ഒരു നല്ല ആളുകൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടിയല്ല, നല്ല ആളുകൾക്ക് വേണ്ടി നമുക്ക് ഒരു പാചകം പരിശീലനം കൊടുത്തുകൂടെ? തീർച്ചയായിട്ടും. അപ്പൊ ഇവിടുത്തെ പാചക രീതിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടില്ല? ഏറെക്കുറെ എല്ലാം തന്നെ. അപ്പൊ ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് കൂടി ഉള്ള ആളായതുകൊണ്ടാണ് അത് ഞാൻ ചോദിച്ചത്. അങ്ങനെ ഒരു കാര്യം കൂടി നമുക്ക് ആലോചിക്കാം. ഇപ്പൊ വീട്ടിൽ തന്നെ ആയാലും ഞാൻ പല സാലഡുകള്, വെജിറ്റബിൾ സാലഡോ അല്ലെങ്കിൽ സാലഡുകളൊക്കെ കുക്ക് ചെയ്യാത്തത് കുക്ക് ചെയ്യാത്ത സാധനങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടാക്കും. അത് ഇപ്പൊ ചിലപ്പോൾ ഗസ്റ്റ് വരുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ആയിരിക്കും. വളരെ രുചികരമായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. അത് വലിയൊരു കാര്യമാണ്. കാരണം വീട്ടിലൊരു അതിഥി എത്തുമ്പോ വീട്ടുകാർക്ക് ആ അതിഥിയെ മൈൻഡ് ചെയ്യാൻ പോലും കഴിയില്ല. അടുക്കളയില് പണ്ടാരം അടങ്ങിയ പണിയാണ്. ഈ പണ്ടാരിമാരെന്നാണ് ഈ പാചകക്കാരൻ ചില സ്ഥലങ്ങളിൽ പറയുന്നത്. അത് ഈ പണ്ടാരം അടങ്ങിയ കാര്യങ്ങൾ ചെയ്തിട്ടാണ്. വേവിക്കാതെ തന്നെ വളരെ പെട്ടെന്ന് അതിഥികൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. അത് വരുന്ന അതിഥികളുടെ ഭാഗ്യമാണ്. ആ ഭാഗ്യം കൊടുക്കാൻ താങ്കൾക്ക് കഴിയുന്ന ഒരാളാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് അതിഥികൾ വരുമ്പോഴൊക്കെ എന്റെ ആയിട്ട് വേവിക്കാത്ത ഒരു ഭക്ഷണം ഉണ്ടാകും, ഒരു സാലഡ് പല വിധത്തിലുള്ളത്. അപ്പൊ അതിന്റെയൊക്കെ ശാസ്ത്രീയത ഇവിടെ വന്നപ്പോൾ മനസ്സിലായി. തീർച്ചയായിട്ടും. അതായത് സാലഡ് എപ്പോ കഴിക്കണം, എങ്ങനെ കഴിക്കണം, മറ്റുള്ള ഭക്ഷണങ്ങൾ തമ്മിൽ ചേർക്കാൻ കഴിയാത്തത് എന്താണ്. സത്യത്തിൽ ഇതൊക്കെ തന്നെയല്ലേ രോഗങ്ങളുടെ അടിസ്ഥാന കാരണം. ഇവിടെ വന്നപ്പോൾ അതല്ലേ മനസ്സിലായത്. അതൊക്കെ ഒന്ന് പരിഷ്കരിച്ചാൽ നമുക്ക് പ്രശ്നം തീർക്കാമെന്ന് ഉത്തമ ബോധ്യം വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോ മടങ്ങിപ്പോയി ജീവിത തിരക്കുകളിലേക്ക് പോകുമ്പോഴും ഇത് പാലിച്ചുകൊണ്ട് പൂർണ്ണമായ ഒരു ആരോഗ്യസ്ഥിതിയിലേക്ക് മാറാൻ കഴിയും എന്ന ആത്മവിശ്വാസം താങ്കൾക്കുണ്ട്. ഇതിനുള്ള സ്റ്റെപ്പുകൾ ഞാൻ മുമ്പേ തന്നെ എടുത്തു തുടങ്ങിയായിരുന്നു. ഇപ്പൊ ബാംഗ്ലൂർ എനിക്കൊരു ശ്വാസം മുട്ടാണ്. ബാംഗ്ലൂര് കാര്യം നല്ലൊരു വീടും ആവശ്യത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഇരിക്കുമ്പോ എനിക്ക് ബുദ്ധിമുട്ടാണ്. ശ്വാസം മുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ശ്വാസം മുട്ടല്ല, ഇതെന്റെ സ്ഥലമല്ല, ഞാനിവിടെ ഐ നോ മോർ ബിലോങ്, ഇവിടത്തെ അല്ല എന്നുള്ള ഒരു
ചിന്ത വരാൻ തുടങ്ങി. നമ്മളെവിടെയോ കെട്ടിയിടപ്പെട്ടിരിക്കുകയാണ്. അതെ, അപ്പൊ അത് വർഷങ്ങളായി. അപ്പൊ അതിനൊരു റെമഡി എന്നോണം ഒരു 5-6 വർഷം മുമ്പ് വയനാട്ടിൽ കുറച്ച് വില്ലേജ് ഏരിയയിൽ കുറച്ച് സ്ഥലം മേടിച്ച് അവിടെ ഇടയ്ക്ക് വരെയും പോവുകയും ചെയ്യുമ്പോൾ തന്നെ ഒരു ഈ മീനൊക്കെ വന്ന് നീർ കുടിച്ചു കൊണ്ടുപോകുന്ന മാതിരത്തെ ഒരു പ്രതീതിയാണ്. ഓക്കെ, അങ്ങനെ പല പ്രാവശ്യം വന്ന് താമസിക്കുകയും ഞാൻ ചിലപ്പോഴൊക്കെ തനിച്ചു വന്ന് 2 ആഴ്ചയൊക്കെ നിന്നുമൊക്കെ പോകുമ്പോൾ എന്നാ ഒരു റീജുവനേറ്റിംഗ് എക്സ്പീരിയൻസോട് കൂടിയാണ് തിരിച്ചു പോകുന്നത്. അപ്പൊ അത് തീരുമാനിച്ചു, ഇനി ബാംഗ്ലൂർ എന്റെ ജീവിതം, എന്റെ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു, ഇനി ബാംഗ്ലൂർ വിടാനാണ് ഇപ്പൊ പ്ലാൻ. വിടാനാണ്. വീട് കാര്യം മക്കളൊക്കെ ഉള്ളത് കൊണ്ട് ഇപ്പോഴും ചെറിയൊരു വീടൊക്കെ അവിടെ ഉണ്ട്. ആവശ്യത്തിന് പോകുക, പക്ഷെ തിരിച്ചു വരിക, ആവശ്യത്തിന് മാത്രം അവിടെ പോവുക, തിരിച്ചു വരിക എന്നുള്ളൊരു ഐഡിയയിലേക്കാണ് ഇപ്പൊ പോകുന്നത്. അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അതായത് കുടുംബം തകരാതിരിക്കാൻ വേണ്ടി അത്രയാണ്, അതാണ് ആവശ്യം. ആ ആവശ്യത്തിന് വേണ്ടി പോവുക, അല്ലാത്തപ്പോ. അപ്പൊ ഇനി വൈഫും മെയ്യോടുകൂടി റിട്ടയർഡ് ആകും. ഓൾറെഡി റിട്ടയർഡ് ആയിട്ടാണ് കേട്ടോ. റിട്ടയർഡ് ആയിട്ട് വീണ്ടും ഇപ്പൊ ചീഫ് നഴ്സിംഗ് ഓഫീസറായിട്ട് നിമാൻസിലെ വർക്ക് ചെയ്യാണ്. അതുപോലെ കോൺട്രാക്ട് ബേസിസ്. റിട്ടയർഡ് ആയിട്ട് 5-6 വർഷമായതാണ്. അപ്പൊ മെയിലെങ്കിലും തീർത്ത് പോരണമെന്നുള്ളതാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ബാംഗ്ലൂരായിരിക്കും, ഇടയ്ക്ക് പോയി വരിക. ബാംഗ്ലൂരല്ല, വയനാട്ടിലായിരിക്കും, ഇടയ്ക്ക് പോയി വരാം. അത്ര വലിയ ദൂരമൊന്നുമില്ല. അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ് ഇപ്പൊ ഉള്ളത്. സഹധർമ്മിണിയുടെ പേരെന്താണ്? ട്രീസ. ട്രീസ. ട്രീസ ആരോഗ്യവതിയായിരിക്കുന്നോ? അത്ര ആരോഗ്യം എന്ന് പറയാൻ പറ്റുകയല്ല. ആവശ്യത്തിൽ കൂടുതൽ വണ്ണമുണ്ട്, പ്രത്യേകിച്ച് വയറ്, ഷുഗറുണ്ട്, വേരിക്കോസ് പ്രോബ്ലങ്ങളുണ്ട്. അപ്പൊ പറഞ്ഞിട്ടുണ്ട്, 1 മാസം നിന്നെ ഇവിടെ വന്ന് അറസ്റ്റ് ചെയ്ത് കെട്ടിയിടാൻ പോവുകയാണെന്ന്. ഇത് കഴിഞ്ഞാലുടനെ സമ്മതിക്കുകയില്ല. കെട്ടിയിടണമെങ്കിൽ സമനസാല അല്ലെന്നല്ലേ? അതെ. അപ്പൊ സമനസില്ല ഇപ്പൊ? അല്ല, ഇപ്പൊ ഇല്ല. അത് അത്രയും വേണോ, അത്രയും പൈസയാകുകയല്ലേ, പല ഇഷ്യൂസ് ആണ്. അത്രയും ദിവസം ഞാനില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇതൊക്കെ അതിപ്പം മനസ്സിലായില്ലേ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ഇവിടെ വന്നപ്പോ മനസ്സിലായില്ലേ? അപ്പൊ ഒരു അങ്ങനെയുള്ള ചില കെട്ടുപാടുകളാണ് പലപ്പോഴും നമുക്ക് ഒരു ശരിയായതിലേക്ക് നീങ്ങാനുള്ള തടസ്സങ്ങൾ. അത് തിരിച്ചറിഞ്ഞാൽ അതൊക്കെ നമുക്ക് പരിഹരിക്കാം. അത് പരിഹരിച്ചോളും. അപ്പൊ ട്രീസയ്ക്കും 5-6 സിസ്റ്റേഴ്സ് ഉണ്ട്. അതില് ഒരാൾ പറഞ്ഞു, എനിക്ക് ഞാനും വരാം. അത് വരലുണ്ടാവില്ല, എനിക്കറിയാം. പൂനെന്ന് ആഗ്രഹം പറയുന്നത് ബുദ്ധിമുട്ടാണ്, എനിക്കറിയാം. പിന്നെ വേറൊരു സിസ്റ്റർ ഉണ്ട്, പുള്ളിക്കാരത്തേക്ക് പറഞ്ഞ മാതിരി ഡയബറ്റിക്സും പ്രശ്നങ്ങളൊക്കെ കൂടുതലാണ്. എങ്കിൽ ഞാനും വന്നേനെ. 1 മാസം ഒന്നും വരാൻ പറ്റില്ല. അപ്പൊ അതിനൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അതൊക്കെ വിട്, ആദ്യം തന്നെ നീ വന്ന് കാണിക്കേ. അപ്പൊ ഞാൻ വന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ അത് കഴിഞ്ഞ് നിനക്ക് ഉറച്ച വിശ്വാസം വന്നു കഴിയുമ്പോ വായോ, അല്ലെങ്കിൽ വേണ്ട. എല്ലാവർക്കും സ്വാതന്ത്ര്യങ്ങൾ, പിന്നെ ആ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. അപ്പൊ വരും എന്നുള്ള ഒരു വിശ്വാസം ഇപ്പൊ എനിക്കുണ്ട്. അപ്പൊ എന്തായാലും നല്ലൊരു അനുഭവമായിട്ടാണ് ഇന്ന് ജോസ് അവർകൾ ഈ നവജീവന കേന്ദ്രം വിട്ട് പോകുന്നത്. എന്നേക്കുമായി വിട്ടുപോകണ്ട, ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരിക. ചികിത്സയ്ക്ക് വേണ്ടി ഇനി വരരുത്. കാരണം ചികിത്സ എന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിൽ 1 ടൈം ചെയ്യേണ്ടതാണ്. ഈ പ്രകൃതി ജീവന രീതിയിലെ ചികിത്സ തീർച്ചയായിട്ടും. ചികിത്സ എന്ന് പറയുമ്പോൾ ഇവിടെ എന്തെങ്കിലും ചികിത്സ ചെയ്യുന്നതല്ല, താങ്കളുടെ ജീവിത ശൈലിയെ, താങ്കളുടെ ശീലങ്ങളെ മാറ്റിയെടുക്കാനുള്ള പരിശീലനം അത് ഇവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞു. ഇപ്പോ പറയാറുണ്ട് പലരും, ഒരു മണ്ഡലകാലം ശീലങ്ങൾ മാറ്റിവെച്ച് വേറൊരു കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് അത് ശീലമാവും എന്ന് പറയാറുണ്ട്. ഇപ്പം ഒരു മണ്ഡലകാലം ആയിട്ടില്ല, 41 ദിവസമാണ് ഒരു മണ്ഡലകാലം. അപ്പം അത് ഇനിയിപ്പോ പോകുന്നിടത്ത് അത് സാധിക്കും. ഇപ്പൊ പോകുന്ന വഴിക്ക് നമ്മള് യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണ രീതിയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ഭക്ഷണ രീതി എനിക്ക് സാധാരണഗതിയിൽ പ്രശ്നമില്ല. പഴങ്ങൾ കഴിച്ചാലും 3 നേരം പഴം കഴിച്ചാലും എനിക്ക് പ്രശ്നമില്ല. അതായത് പലപ്പോഴും ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ആളുകൾ പറയും യാത്രയൊക്കെ ചെയ്യല്ലേ, അപ്പൊ പിന്നെ ഭക്ഷണ രീതിയൊക്കെ തെറ്റും. സത്യത്തിൽ യാത്ര ചെയ്യുമ്പോഴാണ് നമ്മുടെ ഭക്ഷണ രീതി ശരിയായി പാലിക്കാൻ പറ്റുക. നമുക്ക് വേണ്ടത് മാത്രം കഴിക്കാം. ഈ നാട്ടിൽ എവിടെ പോയാലും പഴവർഗ്ഗങ്ങൾ കിട്ടും. പഴങ്ങളിലൊക്കെ വിഷമുണ്ടെന്നൊക്കെ പറഞ്ഞ ആളുകളെ പേടിപ്പിക്കുന്നുണ്ട്. ശരിയാണ്, വിഷങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വിഷമുള്ള പഴങ്ങള് എന്ന് പറഞ്ഞിട്ട് അത് കഴിക്കാൻ നിരുത്സാഹപ്പെടുത്തിയിട്ട്
അതിലേറെ വിഷങ്ങളുള്ള പാചകത്തിലെ വിഷം തന്നെ നമ്മൾ തന്നെ എടുത്തിടുന്ന വിഷങ്ങളുണ്ട്. ഇപ്പൊ മുളക് പൊടി സത്യത്തിൽ അതൊരു വിഷവസ്തുവാണ്, രാസവിഷം അല്ലെന്നേ ഉള്ളൂ. ഇപ്പൊ വരുന്ന മുളക് പൊടിയൊക്കെ അത് രാസവിഷം കൂടി ചേർന്നതാണ്. അതൊക്കെ ഇട്ട് അതെല്ലാം ഒഴിവാക്കിയിട്ട് കുറച്ച് വിഷമുള്ള, ഉയ്യോ എന്തുമാത്രം വിഷമാണ് പഴങ്ങളിലുള്ളത്. അതിന്റെ 10 ഇരട്ടി അല്ലെങ്കിൽ 50 ഇരട്ടി വിഷങ്ങള് നമ്മൾ ചോറ് തിന്നുന്ന അരിയിലുണ്ട്. എന്തെല്ലാം ട്രീറ്റ്മെന്റ്, FCI ഗോഡൌണിൽ കെട്ടിക്കിടന്ന് പുഴുത്തുനാറിയ അരികളെ കോൺട്രാക്ടർ ചെന്നിട്ട് അതിനെ നീക്കം ചെയ്യാൻ കോൺട്രാക്ട് എടുത്തിട്ട് പണം ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് അതിനെ കൊണ്ടുപോയി അരിമില്ലുകളിൽ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്ത് ബ്ലീച്ച് ചെയ്ത് അതിനെ പിന്നെ കളറുകളും ഫ്ലേവറുകളും എല്ലാം ചേർത്ത് മാരക വിഷങ്ങളെല്ലാം ചേർത്ത് വരുന്ന മനോഹരമായ അരിയാണ് നമ്മൾ പോയി 50 രൂപയ്ക്കൊക്കെ ഇപ്പൊ വാങ്ങി ആളുകൾ പാചകം ചെയ്യുന്നത്. അതിന്റെ 100-1 വിഷമില്ല നമ്മൾ വിഷം തളിച്ചുണ്ടാക്കുന്ന പഴങ്ങളില് എന്ന് തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് യാത്രയില് താങ്കൾ ഇപ്പൊ തീരുമാനിച്ചതുപോലെ പഴവർഗ്ഗങ്ങളാക്കുന്നതാണ് ഏറ്റവും ഉചിതം. അതിനൊരു ചെറിയ എക്സാമ്പിൾ പറയാൻ, ഇവിടെ ആയിരിക്കുന്ന സമയത്ത് തന്നെ കഴിഞ്ഞ 27-ാം തീയതി ഇവിടെ അടുത്ത് തന്നെ പെരുമ്പാവൂരടുത്ത് തന്നെ എൻ്റെ ഒരു കസിന്റെ മകന്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പൊ അവന് ഈ കല്യാണം ഫിക്സ് ചെയ്ത് തന്നെ എന്റെ ഡേറ്റ് ചോദിച്ചും കൊണ്ടാണ്. അപ്പൊ നമ്മളുമായിട്ട് അത്ര സഹകരിക്കുന്ന പയ്യനെ 3 മാസം മുമ്പ് ഫിക്സ് ചെയ്തത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കുറിച്ചത് താങ്കളാണ്. എന്നോട് ഈ ദിവസങ്ങളിൽ പറ്റുമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഓക്കെ മോനെ ഞാൻ വരാമെന്ന് പറഞ്ഞതാണ്. അപ്പോ പോകാതിരിക്കാൻ വയ്യ. എന്റെ വൈഫും ബാംഗ്ലൂരിൽ നിന്ന് വന്നു, വേറെ 1-2 നെവ്യൂസ് ഒക്കെ വന്നു. അപ്പൊ എല്ലാവരും കൂടുന്ന ഒരു സമയമാണ്. അപ്പൊ അവര് വന്ന് എന്നെ തലേ ദിവസം ഇവിടെ നിന്ന് കൊണ്ടുപോയി 26-ാം തീയതി അവിടെ ചെന്നു. അപ്പൊ അന്ന് ചെന്നപ്പോ ഒരു അല്പം ഭക്ഷണം കഴിച്ചു ഞാൻ അവിടെ, അല്പം ചോറും കറി എടുത്ത് കഴിച്ചു. പിറ്റേ ദിവസം കല്യാണത്തിന്റെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ലഞ്ച് തന്നെ ഞാൻ കഴിച്ചില്ല. പക്ഷെ അതിന്റെ കൂടെ ഒക്കെ ഉണ്ടായിരുന്നു. രാവിലെ തന്നെ ഞാൻ കുറച്ച് പാളയംകുടം പഴം എടുത്തു, ഒരു 4 പഴം തിന്നു. ഉച്ചയ്ക്കും പോയി ഒരു 4 പഴം തിന്നു. അവിടുത്തെ ഒരു ഭക്ഷണത്തിലും ഞാൻ എടുത്തില്ല. അപ്പൊ അവര് പറഞ്ഞു ജ്യൂസ് കുടിക്കാലോ, ഫ്രഷ് ജ്യൂസുകളുണ്ട്. ഞാൻ പറഞ്ഞു അതിനകത്ത് ഇടുന്ന ഐസും അതിനകത്ത് ചേർക്കുന്ന ഐസ്ക്രീമും ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് ഈ പഴം കൊണ്ട് തൃപ്തിയാ. അപ്പൊ ഒരു സദ്യക്ക് പോയിട്ട് പഴം മാത്രം കഴിച്ചും കൊണ്ട് തിരിച്ചു പോരാൻ പറ്റി. അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു. കഴിച്ചില്ലല്ലോ എന്നുള്ളതാണ് എല്ലാവരുടെയും. അതൊക്കെ എളുപ്പമാണ്. എന്താണെന്നറിയോ, കഴിച്ചില്ലേ കഴിച്ചെന്നൊക്കെ പറഞ്ഞാൽ ആവശ്യത്തിന് കള്ളമൊക്കെ പറയണം. അല്ല അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോ അത് ഞാൻ ഈ പഴം കഴിച്ചു കഴിഞ്ഞപ്പോ 1000 പേര് 500 പേരൊക്കെ ഉണ്ടാവും. നമ്മളൊരാള് കഴിച്ചോന്ന് പുറകെ നോക്കാനൊന്നും ആരും വരുന്നില്ലല്ലോ. അപ്പൊ ശരി കഴിച്ചിട്ടോ അവിടെയൊക്കെ നോക്കാൻ ആൾക്കാരുണ്ട്. ആരൊക്കെ കഴിപ്പിച്ചു വിടാനായിട്ട് ആൾക്കാർ നോക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യും, അല്ലാത്തവരത് അവർ വിചാരിച്ചാലും പറ്റില്ല. കാരണം അത് എത്ര പേരുടെ പുറകെ ആക്കാൻ പറ്റില്ല. അല്ല അപ്പൊ അതൊരു ടെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ സെയിം ടൈം ഒരു ടെസ്റ്റ് ആയിരുന്നു. അതിനെ നമുക്ക് പ്രശ്നമില്ല, തരണം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഒരു ഇഷ്യൂ അല്ല. അതിൽ തന്നെ സാറ് പറഞ്ഞ മാതിരി നേരത്തെ സൂചിപ്പിച്ചില്ലേ, ആദ്യം എന്നെ കണ്ടപ്പോ ഇങ്ങനെയല്ലായിരുന്നു. അന്ന് എനിക്ക് സംസാരിക്കാൻ വയ്യായിരുന്നു. പിന്നെ സാറ് പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ ബോബിയോട് പറഞ്ഞത് നമുക്ക് ഇങ്ങനെ ഒരു ചിന്തയുണ്ട്, സാറിനെയും കൂടി വയനാട്ടിലെ എന്റെ സ്ഥലത്ത് കൊണ്ടുവന്ന് സാറിന്റെ അഡ്വൈസോടുകൂടി എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യണമെന്നുള്ള ഒരു അപ്പൊ പറഞ്ഞു. അന്ന് എന്നെ കൊണ്ട് വയ്യായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അത്രയും മാത്രം പെയിൻ ആയിരുന്നു കൈകളിലും കാലിലും മുട്ടിനും ഒക്കെ. അത് ഫുൾ എക്സ്പ്രഷനിൽ ചിലപ്പോ വന്നിട്ടുണ്ടാവില്ല, അത് അത്രയും സഹിച്ചുകൊണ്ടാണ് വന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അധികം ആ ഒരു കോൺവെർസേഷനിലേക്ക് വരാതിരുന്നതിന്റെ കാരണം. ഏതായാലും നല്ല ഒരു പ്രത്യാശയോടുകൂടി നടപ്പാക്കാൻ കഴിയുമെന്നുള്ള ഒരു കോൺഫിഡൻസോടുകൂടി താങ്കൾക്ക് ഇവിടെ നിന്ന് മടങ്ങാണ്. അതിന് എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുന്നു. താങ്ക് യു. താങ്കളുടെ ജീവിതം ഇപ്പം ഗാന്ധിജി പറഞ്ഞ പോലെ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ പോലെ ഒരു സന്ദേശം കൊടുക്കാൻ താങ്കൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. സോ താങ്ക് യു വെരി മച്ച്. എല്ലാവരോടും പ്രത്യേകിച്ച് നന്ദി. ഡോക്ടർ രമേശിനോടും ഇന്ദുവിനോടും രാഹുല് ഇവരൊക്കെ എന്നാ പറയണേ, വന്നപ്പോ അങ്ങ് ഇടവഴിക്ക് ചേർന്നു. പിന്നെ മിസ്റ്റർ ഹിലാലായാലും ബോബി ആയാലും എന്തോ ഒരു പറയുന്നേ, കുറച്ചും കൂടി വർഷങ്ങൾക്ക് മുമ്പ് ഇടപഴകേണ്ടതായിരുന്നു എന്നുള്ളൊരു
അല്ലെങ്കിൽ ഓക്കെ ഇനിയായാലും പ്രശ്നമില്ല, ആ ഒരു റിലേഷൻഷിപ്പിൽ ബാക്കിയുള്ള കാലം പോകാന്നുള്ള ഒരു ആത്മവിശ്വാസമുണ്ട്. ശരി. സോ താങ്ക് യു വെരി മച്ച്.